ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ SIR പ്രക്രിയകൾ എല്ലായിടത്തും വളരെ ഫാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ നടക്കുന്നു, കേരളത്തിൽ നടക്കുന്നു, ബീഹാറിൽ അത് വളരെ വിജയകരമായിട്ട് നടന്നു. കോടതിയിലൊക്കെ പോയി. പക്ഷേ കോടതി അതിന് വലിയ വിഷയമൊന്നും ആക്കിയില്ല. കാരണം കോടതിയിൽ കൃത്യമായിട്ട് പോയിട്ട് പ്രതിപക്ഷം തോറ്റ് തൊപ്പിയിട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ബംഗാളിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്ത, ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാണ് അവിടെ ബംഗ്ലാദേശികൾ പലായനം ചെയ്തപ്പോൾ നടന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ 99% ഫോമുകൾ അവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് വീച്ചേട്ടാ. അതായത് കേരളത്തിൽ ഞാനിപ്പോൾ കേരളത്തിൽ 99 ഫോമുകൾ വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കിതുവരെ ആ ഫോം കിട്ടിയിട്ടില്ല. കാരണം ഈ നിയമപ്രകാരം ഇത് നമ്മൾ തുടക്കം മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണ്. നിയമപ്രകാരം ഒരു BLO 3 തവണ ഒരു വീട്ടിലേക്ക് സന്ദർശനം നടത്തണമെന്നും 1 തവണയെങ്കിലും ഫോൺ എടുത്ത് നമ്മളെ വിളിക്കണം എന്നുള്ളതാണ് അതിന്റെ നിയമം പറയുന്നത്. പ്രധാനമായിട്ടും എനിക്ക് ഈ സാധനം കിട്ടിയിട്ടില്ല. എന്റെ അവിടെയുള്ള BLO എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലാണ്, അമ്പലത്തറ വാർഡിലാണ്. അവിടുത്തെ BLO ഈ സംഭവം എനിക്ക് കൊണ്ട് തന്നിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവിടെയുള്ള സകല ആൾക്കാർക്കും ഈ സാധനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കളക്ട് ചെയ്യുന്ന ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. അത് കളക്ട് ചെയ്യുന്നത് ഈ പാർട്ടി പ്രവർത്തകർ തന്നെ ഇവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ടുകൊടുത്ത് കൃത്യമായിട്ട് ഈ വോട്ട് ഇവർക്ക് ഏതൊക്കെ വീട്ടിൽ നിന്ന് വോട്ട് കിട്ടാനുണ്ട് എന്നുള്ള വോട്ട് കിട്ടാനുള്ള വീട്ടിലെല്ലാം കൊണ്ടുകൊടുത്ത് കൃത്യമായി അവരെ പാർട്ടിക്കാർ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ BLO എന്നെ വിളിച്ചിട്ടില്ല. ഇതുവരെ 99% ഫോം കിട്ടിയതിലും എനിക്ക് ഈ ഫോം വന്നിട്ടുമില്ല. ഞാനിപ്പോൾ നിലവിൽ അമ്പലത്തറ വാർഡിലാണെങ്കിൽ പോലും ഞാനിപ്പോൾ നിലവിൽ ഒരു വാടക വീട്ടിലാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ എൻ്റെ വീട് ഇപ്പോഴും നിലവിൽ എൻ്റെ അഡ്രസ്സ് അതാണ്. ആ അഡ്രസ്സുള്ള വീട്ടിൽ ആളുണ്ട്. ഇതുവരെ അങ്ങോട്ടേക്ക് വന്നു. ഇനി ഫോം കൊടുത്തിട്ടുണ്ടോ, ഇനി അവിടെ ആളുണ്ടോ, ഇനി ഫോം കൊടുത്തിട്ട് അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് തിരിച്ചെടുത്തോണ്ട് പോയേക്കാം എന്നുള്ള വളരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കാര്യമാണ് ഇവിടെ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറയട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ SIR നടപ്പിലാക്കുമ്പോൾ ഇവിടെയുള്ള പ്രതിപക്ഷം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും നടപ്പിലാക്കിയിട്ട് ഒരു കാര്യമില്ല. ബംഗ്ലാദേശികൾ ഇനിയും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ പിടിച്ച് പുറത്താക്കിയാലും വ്യാജ ആധാർ കാർഡുകൾ ഇനിയും ഇവർ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവരുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആധാർ ആണല്ലോ. ആധാർ അടിച്ച് ഇവരിവിടെ നമ്മളെ പൗരന്മാരായി മാറുകയാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ SIRന്റെ കൂട്ടത്തിൽ അതിന്റെ അടിയിൽ കൂടെ ഒരു നിശബ്ദ വിപ്ലവം കൂടെ നടക്കുന്നുണ്ട്. ഈ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഇനി ആർക്കും വ്യാജ ആധാർ കാർഡ് അടിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്രം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നതിൽ ആധാർ കാർഡ് അടിമുടി മാറാൻ പോവുകയാണ്. ആധാർ കാർഡ് അടിമുടി മാറുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ നമുക്കൊരു കയ്യിലൊരു നോട്ട് കിട്ടിയാൽ അത് കള്ളനോട്ടാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ ഒരു ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഏതൊരു സാധാരണക്കാരനും ഇത് ഒറിജിനലാണോ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള മാറ്റമാണ് ആധാർ കാർഡിൽ വരുന്നത്. ആധാർ കാർഡിൽ ഒരു QR കോഡ് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ QR കോഡ് നമ്മൾ നമ്മുടെ ഫോണിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സൈറ്റിൽ പോവുകയും, ഈ സൈറ്റ് ഗവൺമെന്റ് സൈറ്റാണ്, ആ ഗവൺമെന്റ് സൈറ്റിൽ പോയി ഈ ആധാർ കാർഡ് വ്യാജമാണോ അല്ലയോ എന്നും ഈ ആധാറിലെ വ്യക്തിയുടെ ഡീറ്റെയിൽസും, അതായത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ല, അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇത് വലിയൊരു മാറ്റമാണ്. കാരണം ഇനി വ്യാജ ആധാർ ഇല്ല, വ്യാജ ആധാർ അടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഇങ്ങനെ ഒരു QR കോഡ് കൂടെ കൊണ്ടുവന്നത് കൊണ്ട് ഇവിടെ വ്യാജ ആധാർ കാർഡ് ഇനി അടിക്കുക എന്നുള്ള ഒരു സംഭവം, ആ ഒരു കലാപരിപാടി പൂർണ്ണമായിട്ടും നിൽക്കും എന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെ ധനുഷിന്റെ വിഷയം തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം നമ്മൾ ഇപ്പോൾ പബ്ലിക്കിന്റെ ഈ രാജ്യത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാതെ പോരുത്. അമ്പലത്തറയില് ഇപ്പൊ ധനുഷിന്റെ വീട്ടില് അവിടെ CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ആണെന്നാണ്, ആ ഒരു വാർഡ്, ആ ഡിവിഷൻ CPI ആണ് മെമ്പർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ വാർത്ത ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വോട്ട് വേണമെങ്കിൽ നിങ്ങൾ വേണം കാര്യക്ഷമമായിട്ട് ഇതിനകത്ത് മുൻപന്തിയിൽ നിൽക്കാൻ. അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്നിട്ടാണ് ഇപ്പോഴും BLOമാരെ നിയന്ത്രിക്കുന്നതെങ്കിൽ വേറൊന്നും പറയാനില്ല. അവിടെ കോൺഗ്രസും BJP ഒക്കെ മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ വോട്ടവകാശമെങ്കിലും കുറഞ്ഞ പക്ഷം നടപ്പാക്കി തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് പാർട്ടി ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിപ്പോ കോൺഗ്രസ് ആണോ BJP ആണോ CPM, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ എന്തായാലും ഇത് ഈ തവണ കൂടെ ഈ കലാപരിപാടി നടക്കും. ഇത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. കാരണം ഈ BLOമാര് കയറിയാലും കയറിയില്ലെങ്കിലും ഇത് നടക്കും. ഇപ്പൊ ശരിയാണ്, സ്വാഭാവികമായും വ്യാജ ആധാർ കാർഡുണ്ട്. മരിച്ചുപോയവരൊക്കെ ഈ ഒരു SIR പദ്ധതി പൂർത്തിയാക്കിയാലും കാണുക തന്നെ ചെയ്യും. കുറച്ചു പേരൊക്കെ കാണും. അതുപോലെ ഈ തോന്നിവാസം കാണിച്ചിട്ട് എഴുതി കൊടുക്കുമ്പോൾ ഇവർക്ക് ജോലി എടുക്കാൻ വയ്യ എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഇവിടെ പലരും താഴെ വന്ന് കമന്റ് എടുത്തു, നിങ്ങൾ ഇത് പറയണം. ഇനി ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, BLOമാരെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്താൽ 10 വർഷം തടവാണ്. അപ്പൊ എല്ലാവിധ പ്രൊട്ടക്ഷനും ഒരു സർക്കാർ കൊടുക്കുമ്പോൾ തോന്നിവാസമാണ് കാണിക്കുന്നത്, പാർട്ടി ഓഫീസിൽ ഇരുന്നിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ അത് ഇത്തവണ ഇവിടെ നടക്കൂ.
കാരണം നിങ്ങളുടെ കയ്യിൽ ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ല. ഈ സംവിധാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അത് ഇപ്പോഴല്ല, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമുക്ക് QR കോഡ്, വിരലടയാളം, ഫേസ് ഡിറ്റക്ഷൻ ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നത്. അത് ആധാറിന്റെ കറക്റ്റായിട്ട് വ്യക്തത. ഇനിയിപ്പോ ആധാർ കാർഡിനെതിരെ ഇനി വല്ല വിവാദവും ഉണ്ടാക്കുമോ എന്ന് എനിക്ക് അറിയില്ല. ഇനി അത് പുതുക്കുന്നതിനുള്ള സമരം ചെയ്യുമോ എന്നറിയാം. എന്ത് സമരം ചെയ്താലും ഇത് അനിവാര്യമാണ് ഈ രാജ്യത്ത് വരേണ്ടത്. നമ്മൾ കണ്ടതാണ്, ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയും സംഘവും ഇന്ത്യയിൽ എത്തിയപ്പോൾ അവർ ഇവിടുത്തെ ആധാർ സംവിധാനങ്ങളാണ് നോക്കി എടുത്തുകൊണ്ട് പോവുകയും അത് ചെയ്യുകയും മറ്റും ചെയ്തത്. അതുപോലെ തന്നെ അത്ഭുതമായി പോയി. ജർമ്മനിയും അത്തരത്തിൽ തന്നെയാണ് മുൻപോട്ട് പോയിരുന്നത്. ഇനിയിപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനത്തുള്ള കലാപരിപാടികൾ നടക്കില്ല. അതായത് ഇതിടക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റുവാനോ മറ്റുള്ള നടക്കില്ല. കാരണം ഒരു വമ്പൻ പദ്ധതി തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ 4-5 മാസം മുമ്പ് നമ്മൾ രണ്ടും കൂടിയിരുന്ന് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ആധാർ അടിമുടി മാറുന്നു. അതിന് 15.5 കോടി പേര് ഓൾറെഡി ഡിജിറ്റലൈസേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അതിന് ആ ഒരു പദ്ധതിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ABMS 2.0 എന്ന് പറഞ്ഞ 2019 മുതലേ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം നടത്തിയിരുന്നു. UIDAI എന്നാണ് നമ്മുടെ ആധാറിന്റെ ആ ഒരു പ്രോസസ്സിംഗിന് പറയുന്നത്. അതിന്റെ ഒരു അപ്ഡേഷൻ സൈറ്റ്, അതിനു വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസിന് നമ്മൾ ABMS 2.0 ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് ഇനി ഒരു ആധാർ കാർഡും ഒരു നമ്പറും മാത്രമേ ഉണ്ടാകൂ. ഇപ്പൊ നിലവിൽ ഒരുപാട് പേർക്ക് ഒന്നിലധികം കാർഡുകളുണ്ട്. അതായത് ഇവിടെ ഉള്ളൊരു വ്യക്തിക്ക് നാളെ ദില്ലിയിലോ മറ്റെവിടെങ്കിലോ പോയാൽ മറ്റൊരു ആധാർ കാർഡ് ഇപ്പോൾ എടുക്കും. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഇങ്ങനെ അത് മാത്രമല്ല, മരിച്ചുപോയവരുടെയൊക്കെ ആധാർ കാർഡ് ഇപ്പോഴും സജീവമാണ്. അങ്ങനെ ഒന്നിലധികം പേരുടെ, എന്തിന് ജില്ല തന്നെ മാറിയിട്ട് 2 ആധാർ കാർഡ് കൈവശം വെച്ചിരിക്കുന്നു. 2 തരം ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ വരെയുണ്ട്. അതായത് ബാങ്കുകൾക്കും മറ്റും കൊടുക്കുന്ന KYC ആയാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ. ഇനി അതിനെല്ലാം തടയിടുകയാണ്. ഇപ്പോൾ നിലവിൽ അത് 15.5 കോടി പേര് അത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഡൈ ഡ്യൂപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത്. 1ാം ഘട്ടം അത് ചെയ്തത് ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നിലധികം കാർഡുകളെ ഇല്ലാതാക്കുക. അത് എങ്ങനെയാണ് ഒന്നിലധികം കാർഡുകളെ ഇല്ലാതാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ പോകുമ്പോൾ നമ്മളുടെ വിരലടയാളം, കണ്ണിന്റെ കൃഷ്ണമണിയുടെ അടയാളങ്ങൾ, ഫേസ് ഡിറ്റക്ഷൻ, ഇതാണ് നമ്മുടെ ബയോമെട്രിക് ആയിട്ട് ഈ ആധാർ കാർഡ് എടുക്കുന്നിടത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ അത് ഓൾറെഡി സർക്കാരിന്റെ കൈവശം ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതേപോലെ തന്നെ ഈ വിരലടയാളവും മറ്റുമുള്ള വേറെ ഏതെങ്കിലും ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോകും. അതായത് നമ്മളടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് ഏത് ആധാർ കാർഡ് നിലനിർത്താനാണ് താല്പര്യം? ഈ തിരുവനന്തപുരത്തുള്ളത് വേണോ, തൃശ്ശൂരുള്ളത് വേണോ, അതോ കോഴിക്കോടുള്ളത് വേണോ എന്ന് ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ളിടത്തെ ഒരു ആധാർ കാർഡേ പറ്റൂ. ആ ഒരു ആധാർ കാർഡ് നമുക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. പിന്നെ ഈ രാജ്യത്ത് എവിടെ നിന്നും ഇത് കിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫേസ് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുമെങ്കിലും വിരലിന്റെ അടയാളം ഒരിക്കലും പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റാൻ കഴിയില്ല. വിരലടയാളം ഉണ്ടാകുമല്ലോ. അപ്പൊ ചില കുനിഷ്ഠകളൊക്കെ ചോദിക്കും, വിരലില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കണ്ണിന്റെ കൃഷ്ണമണിയും അതുപോലെയാണ്. അപ്പൊ ഇനി കണ്ണില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനും മാർഗങ്ങൾ അനവധിയുണ്ട്. അപ്പോ അത് അങ്ങനെ. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡോക്യുമെന്റേഷൻ നടത്തണം. അതായത് ഓൾറെഡി ഇപ്പോൾ ഈ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാർഷിക നിയമം പിൻവലിച്ചു കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞു സംഘികൾ മോദി മുട്ടുമടക്കി. ഞാൻ പറഞ്ഞു മുട്ടുമടക്കിയില്ല. അന്ന് ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറന്നിട്ടില്ല ആ ഉദാഹരണം. നമ്മുടെ വീട്ടില് ഒരു കുട്ടി മരുന്ന് കഴിക്കില്ല, ഭയങ്കര കരച്ചിലാണ്. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു സ്പൂൺ മരുന്ന് കൊടുക്കാനുള്ളത് നമ്മൾ അതിനകത്ത് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കുഞ്ഞിന് കഥയൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി വായി വെച്ച് കൊടുക്കും, അല്ലേ? ഇച്ചിരി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കളിപ്പിച്ച് അല്പം കൂടെ വായി വെച്ച് കൊടുക്കും. അങ്ങനെ അവസാനം ഈ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സ്പൂണിലെ മരുന്ന് മുഴുവൻ ഇത് കഴിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നത്. കാരണം ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പരമായിട്ടുമൊക്കെ പിന്നോക്കം നിൽക്കുന്ന അനവധി മേഖലകൾ ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് തലയിലോട്ട് കയറില്ല. അപ്പം പതുക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. പ്രധാനമന്ത്രി അധികാരത്തിൽ ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചെയ്ത വിപ്ലവകരമായ മാറ്റങ്ങളിൽ ഒന്ന്, ജൻധൻ യോജന അക്കൗണ്ട് ഈ രാജ്യത്തെ എല്ലാവർക്കും സാധാരണപ്പെട്ടവർക്കും എടുക്കാം. 0 ബാലൻസിൽ ആർക്കും എടുക്കാം. ഇനി മുതൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾക്കും ജൻധൻ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം ഒരു സ്കീമും കൂടെ തുടങ്ങി. അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു സ്കീം തുടങ്ങിയത്. അതായത് 10,000 രൂപ നൽകും. ആ 10,000 രൂപ പലിശയൊന്നും വേണ്ട, അത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ അടുത്തത് 15,000 രൂപ നൽകുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പദ്ധതി അദ്ദേഹം തുടങ്ങി. അങ്ങനെ വ്യാപകമായി തന്നെ ഇന്ത്യയിലെ സ്ത്രീകൾ, ഭൂരിപക്ഷം പേരും സ്ത്രീകളും പുരുഷന്മാരും അടക്കം എല്ലാവരും ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡറായി.
ഈ അക്കൗണ്ട് ഹോൾഡർ ആകുമ്പം ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഒരു, പക്ഷേ ഈ കള്ളന്മാരൊന്നും അത് ശ്രദ്ധിച്ച് കാണത്തില്ല. കാരണം അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മുടെ KYC കൊടുക്കണം, നമ്മുടെ ഈ ഡോക്യുമെന്റ് കൊടുക്കണം. എന്താണോ നമുക്ക് ഡോക്യുമെന്റ് എന്നുള്ളത്, ഒന്നുകിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ SLC ബുക്കിന്റെ കോപ്പി, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി തരത്തുള്ളൂ. അതോടുകൂടി തന്നെ നമ്മളുടെ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് ഓൾറെഡി ഈ ആധാറുമായി ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അതായത് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തോ എന്ന് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KYC മുഴുവൻ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി അത് പ്രത്യേകിച്ച് ആരും വിരലൊന്നും കൊണ്ട് ചെല്ലേണ്ട കാര്യമില്ല, ഓൾറെഡി അവിടെ ഉണ്ട്, എത്തിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഈ ജൻധൻ യോജന അക്കൗണ്ട് എടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ എടുത്തിട്ടില്ല. അത് വളരെ കുറച്ച് പേർ മാത്രമേ, അവരെ പിടിക്കാൻ എളുപ്പമാണ് ഇനി. അപ്പം ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അതാണ് രണ്ടാമത് ചെയ്ത കാര്യം. മൂന്നാമത്, നമ്മളുടെ ഈ ആധാർ കാർഡ് OTP ഇതൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, ഇപ്പോൾ ഉടനെ വന്നിട്ടില്ല. നമ്മുടെ ആധാർ കാർഡിന്റെ ഓപ്പൺ ചെയ്യാൻ ഇപ്പൊ സൈറ്റിലോ മറ്റോ ഒക്കെ നമ്മുടെ ആധാർ കാർഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 OTP വരും. 2 സ്റ്റെപ്പ് ഓതന്റിഫിക്കേഷൻ വന്നിട്ട് നമ്മളത് ചെയ്താൽ മാത്രമേ വരൂ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വരിക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അറിയാതെ എന്തായാലും അയാളുടെ OTP എടുക്കാൻ പറ്റില്ല. കാരണം അയാൾക്ക് 2 തവണ മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് നമ്മൾ OTP അടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. നിലവിൽ അങ്ങനെയല്ല, നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഈ ഫോട്ടോയും ഒക്കെ മാറ്റിയിട്ട് ഇത് ഭീകരന്മാരും അവരും ഇവരൊക്കെ യൂസ് ചെയ്ത്. ഇനി അത് പറ്റില്ല, നമുക്ക് OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രമേ അത് ഓപ്പൺ ആകുള്ളൂ. അത് മാത്രവുമല്ല, നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പബ്ലിക്കിന് കാണേണ്ടത്, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ടത് എന്നുള്ളത് ഭാഗം മാത്രം കാണിച്ചാൽ മതിയാകും. ബാക്കിയൊക്കെ ഇപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇല്ലെങ്കിൽ അഡ്രസ്സ്, ഇല്ലെങ്കിൽ നമ്മുടെ നാട്, ഇല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസ്, അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. പേര് മാത്രം മതിയെങ്കിൽ പേര് മാത്രം വെച്ചിട്ട് നമുക്ക് ആധാർ കാർഡ് ഇത് ചെയ്യാൻ കഴിയും. അതിപ്പോ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ സംവിധാനം. ആ പുതുക്കിയ ആധാർ കാർഡ് ഉള്ളവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ അനലിസ്റ്റിക്, അതായത് ഫ്രോഡ് അനലിസ്റ്റിക് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലൂടെ മോഡൽ AIML സംവിധാനം വഴിയാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. ഇനി മുതൽ കൊച്ചുകുട്ടികൾക്ക് ആധാർ കാർഡ് എടുത്താൽ 5 വയസ്സിൽ ഈ ആധാർ കാർഡ് 5 വയസ്സിൽ എടുക്കണം. 5 വയസ്സ് കഴിഞ്ഞിട്ട് 15ാമത്തെ വയസ്സിൽ ഈ കുട്ടി വീണ്ടും ആധാർ കാർഡ് പുതുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഡോക്യുമെന്റും എല്ലാം കൊടുത്ത് പുതുക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് വളരെ നിർണായകമായ ഒരു കാര്യം കൂടെ നടക്കുന്നു. ഈ ആധാർ മിക്കവാറും എടുക്കുന്ന ഈ പ്രൈവറ്റ് ഏജൻസികളിലായിരിക്കും ജനം പോകുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഏജൻസികളിൽ CCTV ക്യാമറ നിർബന്ധമാണ്, ഒന്ന്. രണ്ടാമത്തേത് GPS സംവിധാനം വേണം. അതായത് ഏത് സ്ഥലത്തെ GPS ഓൺ ആക്കി കഴിഞ്ഞാൽ ഏത് സ്ഥലത്തെ സ്ഥാപനമാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ഉണ്ടാകണം. അത് ലീഗലാണോ അല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതുണ്ടാകണം. 3, ഈ ഓപ്പറേറ്ററുടെ ബയോമെട്രിക് സംവിധാനമാണ്. അത് നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓപ്പറേറ്റർ, ആ സ്ഥാപനത്തിന്റെ ഓണർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ വിരൽ വെച്ചാൽ മാത്രമേ അത് ഓപ്പൺ ആകൂ എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നു. GPS സംവിധാനം കൂടി പ്രാവർത്തികം ആക്കണം. അതിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ BJPയുടെ സരള എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ അതിന്റെ പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ BJPയുടെ ബൂത്ത് പ്രസിഡന്റുമാരൊക്കെ എഴുതി കൊടുക്കും, ഞാൻ ഇന്നിടത്ത് മീറ്റിംഗ് നടത്തി, ഇല്ലെങ്കിൽ ഇന്നിടത്ത് ഇത് കയറി. ഇപ്പൊ അത് പറ്റില്ല. ഇപ്പൊ ആ സ്പോട്ടിൽ ചെന്നിട്ട് ഇവരുടെ ഒരു ആപ്പുണ്ട്. ഈ ആപ്പ് ഓൺ ആക്കുമ്പോൾ ആ സ്പോട്ടിലെ GPS വരും. ഇപ്പോ നമ്മുടെ ഒരു സ്ഥലത്തിനൊരു ഇതുണ്ടാവും, ഒരു ലൊക്കേഷൻ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റിക്ക് ഒക്കെ കൃത്യമായി അറിയാൻ പറ്റും ഈ വ്യക്തി അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഒപ്പം തന്നെ ഇതിനകത്തൊരു ക്യാമറ ഓൺ ആകും. ഈ 30 സെക്കൻഡ് നേരെ ആ ക്യാമറ ഓൺ ആയിട്ടിരിക്കും. അതിനോടകം ഈ മീറ്റിങ്ങിന്റെ ഫോട്ടോ എടുക്കുക, ഈ വീഡിയോ പകർത്തണം. നമ്മൾ ഈ സിമ്മൊക്കെ എടുക്കാനായിട്ട് കടയിൽ ചെല്ലുമ്പോഴത്തേനും അവൻ ഒരു ആപ്പ് തുറന്നിട്ട് അതിൽ 30 സെക്കൻഡ് നേരെ വീഡിയോ വർക്കാകത്തുള്ളൂ. അപ്പൊ നമ്മുടെ പറഞ്ഞില്ല, കണ്ണൊന്ന് അടച്ചു തുറക്കൂ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ, ഈ ബൂത്ത് പ്രസിഡന്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ 30 സെക്കൻഡ് നേരത്തേക്കുള്ളതായി പിന്നെ അത് ഓൺ ആകില്ല. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതിയായിരുന്നു, ഞാൻ മീറ്റിംഗ് കൂടി എന്ന് പറഞ്ഞു. ഇപ്പൊ അത് നടക്കില്ല. അങ്ങനെ ആ സംവിധാനം BJPക്ക് വന്നിട്ട് ഒരുപാട് പാർട്ടി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോയി പുതിയ കാലഘട്ടത്തിനനുസരിച്ച്. അപ്പം ഇപ്പൊ ഈ ആധാർ വന്നപ്പോൾ ഞാൻ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഉള്ള ഒരു വലിയ രീതി വന്നു. അതായത് രാജ്യത്ത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പരാതി ഈ വ്യാജ ആധാർ കാർഡാണ്. ഇനി വ്യാജ ആധാർ കാർഡില്ല. ചുമ്മാതാണോ ബംഗ്ലാദേശികൾ ജീവനും കൊണ്ട് പരക്കം പായുന്ന ഈ അതിർത്തി വഴി ഉള്ളതും കൈപ്പിടിച്ചുകൊണ്ട് ഓടുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിൽക്കാൻ പറഞ്ഞില്ല, അവന് നന്നായിട്ട് അറിയാം. ഇവിടെ കിടക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല. ഇവരിപ്പോഴും പാർട്ടി ഓഫീസിൽ ഇരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കലും BLOയെ നിയന്ത്രിക്കലും പിന്നൊക്കെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പറ്റൂ. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു കലാപരിപാടി ഇന്ത്യയിൽ ഇല്ല. കാരണം ആധാർ കൂടി അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏതൊരു ഇന്ത്യൻ പൗരനും അവരുടെ തന്റെ വോട്ടേഴ്സ് ID യും വോട്ടേഴ്സ് കാർഡും ഒക്കെ
അപ്പൊ എന്ത് വരുന്നത്? രണ്ട് ഗുണമുണ്ട്. ഒന്ന്, പൗരനെ സംബന്ധിച്ച് അവന് കുറച്ചുകൂടി പവർ കിട്ടുകയാണ്. അവന്റെ ആധാർ എന്ന് പറയുന്നത് ആധികാരിക രേഖ എന്ന് മാത്രമല്ല, പാസ്പോർട്ടിനേക്കാൾ വലിയൊരു സാധനമായിട്ടൊരു സാധാരണ പൗരന് ഇത് ബോധ്യമാകുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്റെ പേര് ഉണ്ട്, എന്റെ വീട്ടില് മെമ്പർ വോട്ട് ചോദിക്കാൻ വന്നില്ല, ഇല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ പേര് വെട്ടിക്കളയുമോ എന്നൊരു ഭയം എനിക്ക് വേണ്ട. കാരണം ഓൾറെഡി എനിക്ക് വോട്ടുണ്ട്. ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും അത് വെട്ടിക്കളയാൻ കഴിയില്ല. ഇല്ലെങ്കിൽ വെട്ടിക്കളയാൻ കഴിയില്ലെന്ന് വെച്ചാൽ ഒന്നുകിൽ എന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി എന്നുള്ളതിന്റെ രേഖ ആ വ്യക്തി തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. അതില്ലാത്തടത്തോളം കാലം, കാരണം എനിക്ക് ഓരോ ആധാർ കാർഡല്ലേ ഇന്ത്യയിലുള്ളൂ, എനിക്ക് ഓരോ വോട്ടല്ലേ ഇന്ത്യയിലുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകിൽ മരിച്ചു പോകണം, അല്ലെ? ഞാൻ മരിച്ചു പോയിട്ടും അത് കൃത്യമായിട്ട് അറിയിക്കാൻ 15 ദിവസമെങ്കിലും അറിയിക്കണമെന്ന നിയമം. അത് അറിയിച്ചില്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആശാ വർക്കർമാരുണ്ട്, അവരുടെ അടുത്ത് ചോദ്യം വരില്ലേ? ആ മെമ്പറുടെ അടുത്ത് ചോദ്യം വരില്ലേ? അപ്പൊ സ്വാഭാവികമായി തട്ടിപ്പും വെട്ടിപ്പും നടക്കില്ല. ഇനി ആധാർ കാർഡിന്റെ ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇനി നടക്കില്ല. മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് ആലപ്പുഴയില്. ആ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം പോയപ്പോൾ SDPIയുടെ ഒരു മെമ്പർ, വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ ആ കേസിലെ പ്രതിയായി. അത് എങ്ങനെയാണ് പ്രതിയായതെന്ന് ചോദിച്ചപ്പോൾ ഈ കുറ്റവാളികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഇദ്ദേഹമാണ് അതിന്റെ സിം എടുത്തു കൊടുത്തത്, ഇദ്ദേഹം ആണ് യൂസ് ചെയ്തത്. എങ്ങനെയാണ്? പക്ഷേ ഈ നമ്പർ ഇദ്ദേഹത്തിന്റെ പേരിൽ, ഒരു സ്ത്രീയുടെ പേരിലാണ്, ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ പേരിലാണ്, വളരെ പ്രായം കൂടിയ ഒരു വീട്ടമ്മ കൂടിയാണ്. അപ്പം ഇത് എങ്ങനെ വന്നു എന്നൊരു വലിയ അന്വേഷണം വന്നു. കാരണം ഇവർ എപ്പോഴെങ്കിലും അവിടുന്ന് സിം എടുത്തതോ, ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയോ ഇവരുടെ ആധാർ കാർഡ് അവർക്ക് കിട്ടിയത്, അതിന്റെ കോപ്പിയോ വല്ലതും കിട്ടിയതാകാം, ഇല്ല എന്തെങ്കിലും ആകാം. ആ ആധാർ കാർഡിന്റെ നമ്പർ വെച്ചിട്ടായിരുന്നു മുമ്പ് സിം എടുത്തിരുന്നത്. ഇന്നിപ്പോ ആ കലാപരിപാടികൾ നടക്കില്ല. കാരണം ഈ ഫേസ് ഡിറ്റക്ഷനും കണ്ണിന്റെ ഇതും തമ്പിംപ്രഷനും ഒക്കെ വന്നുകൊണ്ട് ഇനി അത് നടക്കില്ല. അത് മാത്രമല്ല, ഇന്ത്യയിൽ വരാൻ പോകുന്ന വലിയ വിപ്ലവകരമായ മാറ്റം അത് ഉടൻ തന്നെ വരും. എനിക്ക് തോന്നുന്നു ഈ സേതു എന്നാണെന്ന് തോന്നുന്നു ആ പദ്ധതിയുടെ പേര്. അത് അത് വന്നു, AP സേതു. അത് വന്നു കഴിഞ്ഞാലുള്ള ഇത് എന്ന് വെച്ചാൽ ഇനി നമ്മുടെ രാജ്യത്ത് എന്തിനും ഏതിനും ഈ OTP എന്നുള്ള പരിപാടി ഇനി ഇല്ല. പകരം തമ്പാണ്. പെരുവിരലുണ്ടോ നടക്കും. ഇനി അത് എല്ലാത്തിനും അതാ. ഇനി പെരുവിരലില്ലേ, കണ്ണിന്റെ കൃഷ്ണമണി കാണുമല്ലോ, കൃഷ്ണമണി ഉണ്ടാകും. ഏതായാലും ഏകലവ്യന്മാർ അരുവാളൊന്നും ഈ രാജ്യത്ത് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെരുവിരലില്ലാത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ OTP ഇപ്പൊ പല പ്ലാറ്റ്ഫോമുകളിൽ, പല ആപ്പുകളിൽ, ഇപ്പൊ IRCTCയുടെ ആപ്പിൽ കയറാൻ പോലും നേരത്തെ OTP ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ബയോമെട്രിക്സ് ആയി. അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ്, ഫോണിലെ ഫിംഗർ പ്രിന്റ് നമുക്ക് അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കയറാനായിട്ട് സാധിക്കും. ഈ OTPയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഫോണ് ഈ OTP വരുന്ന നമ്മൾ മാത്രമല്ലല്ലോ റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രൂ കോളർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഈ ട്രൂ കോളർ ആപ്പ് നമ്മുടെ ഡാറ്റ ചോർത്തുന്നു എന്ന് ആരോപണം വന്ന ആപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ ട്രൂ കോളർ ആപ്പും കൂടെയാണ് നമുക്ക് വരുന്ന OTP റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ OTP വേറെ ആൾക്കാർക്ക്, നമ്മുടെ ഫോൺ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് ഈ OTP ട്രൂ കോളർ വഴി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത് ഈ ബയോമെട്രിക്സ് ആണ്. ഈ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ അവർക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിലോട്ട് ഇത് പോവുക. അത് മാത്രമല്ല, ഈ സാധാരണപ്പെട്ടവരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ഈ ഒരു പിന്നോക്ക അവസ്ഥയിൽ, അതായത് എഡ്യൂക്കേഷനോ വലിയ അറിവോ ഇല്ല, ടെക്നിക്കൽ പരമായിട്ട് വലിയ അറിവൊന്നും ഇല്ലാത്തൊരു ജനത്തിനാണെങ്കിലും ഈ OTP ഒക്കെ കണ്ടെത്തി അടിച്ചു കൊടുക്കുക വലിയ പ്രയാസകരമാണ്. പലപ്പോഴും നമ്മൾ ഈ ബാങ്കിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ പോലും ചില പ്രായമുള്ളവരും മറ്റുമൊക്കെ പറയും, മോനെ ഇതിൽ OTP വന്നിട്ടുണ്ടോ, ഒന്നെടുത്ത് അടിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും, വിരലടയാളം അതിൽ പതിപ്പിക്കാൻ കഴിയും. ഇതുകൊണ്ട് മറ്റൊരു ഗുണം ഉണ്ടാകുന്ന വെച്ചാൽ രാജ്യത്തെ ക്രൈം റേറ്റ് വല്ലാതെ അങ്ങ് കുറയും. കാരണം ഇപ്പൊ പോലീസുകാരുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികളെ തപ്പി ഇറങ്ങലാണ്. ഇപ്പൊ തപ്പി ഇറങ്ങേണ്ട കാര്യമില്ല. ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ കൊലപാതകവും മറ്റും നടക്കുന്ന, മോഷണവും മറ്റും നടക്കുന്നിടത്ത് പോലീസ് ഫോറൻസിക് വിഭാഗം ആദ്യം എത്തുന്നത് ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യുന്ന, ഫിംഗർ പ്രിന്റ് ആണല്ലോ അവർ പ്രധാനമായും നോക്കുന്നത്, കയ്യടയാളം, വിരലടയാളം പതിഞ്ഞിട്ടുണ്ടോ എന്ന്. അങ്ങനെ കിട്ടുന്ന അത് അവർക്ക് ഈ ആധാറിന്റെ ഈ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അത് ഒത്തു നോക്കാൻ എളുപ്പകരമായിരിക്കും. അപ്പോൾ എന്ന് കരുതി ഇപ്പൊ ക്രൈം നടക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ അളവ് വളരെയധികം കുറയും. കാരണം അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയുള്ള ആളാണെന്നും ഏത് ആധാർ നമ്പറാണെന്നും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ അതായത് ഈ അന്വേഷണത്തിനെ അത് വലിയ രീതിയിൽ തന്നെ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്നിപ്പം നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ പ്രതികളെയും മറ്റുമൊക്കെ നമ്മൾ പിടികൂടുന്നത്?
അത് നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പിടികൂടുന്ന ഇങ്ങനെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരുപാട് നാളുകളായി. നമ്മൾ കരുതും നമ്മുടെ രാജ്യം ഇപ്പോഴും പിന്നിലാണ്, അമേരിക്ക GPS ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നിടത്തുനിന്ന് നമ്മുടെ രാജ്യം ഒരുപാട് മാറി. ഇന്ന് പുതുതലമുറ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ല, പകരം മറ്റ് ആപ്പുകളാണ്. ഇന്നിപ്പം മേപ്പിൾ പോലെയുള്ള നാവിഗേഷൻസ് വന്നു കഴിഞ്ഞു. അതുപോലെ ചാറ്റ് GPT വലിയ വെല്ലുവിളി ആയിക്കൊണ്ട് പ്രാദേശികമായിട്ടുള്ള ചാറ്റ് GPT പോലുള്ള സംവിധാനം വന്നിട്ടുണ്ട്. അത് അനിവാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കേരളത്തിലെ ഒരു ജില്ലയുടെ വിശദാംശങ്ങൾ ചാറ്റ് GPT വെച്ച് ചാറ്റ് GPT ഇല്ല. അത് ചാറ്റ് GPT ഉള്ളത് ഈ ആഗോള തലത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. കൃത്യമായ ഒരു വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വർഷം പറഞ്ഞു തരാൻ ചാറ്റ് GPT അറിയില്ല. അത് മാത്രവുമല്ല, ചാറ്റ് GPT ഒരു വൺ സൈഡ് മാത്രമാണ്. അത് എപ്പോഴും ഈ യൂറോപ്യൻസിനെ വെള്ളപൂശിക്കൊണ്ടാണ് അതിന് പറയുന്ന പല കാര്യങ്ങൾ. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ അറിയാം. അതായത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അജണ്ടയുണ്ട്, അത് നമ്മളിലേക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇപ്പൊ ചാറ്റ് GPTയിൽ ഇന്നിപ്പോ വലിയ വിശ്വാസമൊന്നും ആർക്കും ഇപ്പോഴില്ല. അതിന് ബദലായിക്കൊണ്ട് പലതും വന്നു. ചൈന ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് നേരത്തെ തന്നെ ഉണ്ട് ഈ സംവിധാനങ്ങളൊക്കെ. ഇപ്പൊ ഇന്ത്യയും ആ സംവിധാനത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വന്നിരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ SIR അല്ല, SIRൽ പിന്നെയും കരടുകൾ ഉണ്ടാകും, SIR മരിച്ചവർ പിന്നെയും ഉണ്ടാകും, ബംഗ്ലാദേശികൾ പിന്നെയും ഉണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ആധാറിന്റെ ഇപ്പൊ നടക്കുന്ന പ്രോസസ്സിങ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അത് വന്നു കഴിയുമ്പോൾ അതൊരു ഒന്നൊന്നര വരവാകും. അതോടുകൂടി തന്നെ എല്ലാവിധ ഉടായ്പകളും പൂട്ടിക്കെട്ടും. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ ഒരേ ഒരു വിഭാഗമേ ഇന്ത്യയിലുള്ളൂ. അത് അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളാണ്. നമ്മൾ പറയാം അവന് വിവരവും ബോധവും ഇല്ലെന്ന്. അവന് കൃത്യമായി തന്നെ അറിയാം വരാൻ പോകുന്ന പണി എന്താണെന്നുള്ളത്. ഇവിടെ ഉള്ളവർക്ക് നമുക്ക് നേരം എടുത്തിട്ടില്ല, പക്ഷെ അവനിത് എപ്പോഴും ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത്, എപ്പോഴാണ് പണി വരുന്നത് എന്നുള്ളത്. ഏതായാലും അവൻ നാട് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ പലായനത്തിന്റെ ശക്തി കൂടും, വല്ലാത്തൊരു ഒഴുക്കായിരിക്കും. ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4015 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന നമ്മുടെ ആ അതിർത്തി കമ്പിവേലി കെട്ടി തിരിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ ജോലിയാണ്. അത് സമയബന്ധിതമായിട്ടൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല, അത് ടൈം എടുക്കും അതിന്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഏതാണ്ടൊക്കെ എല്ലാവരും പോകും. മുമ്പ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്യണ്ട, അവർ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകും എന്നുള്ളത്. അതിന്റെ ആദ്യ ഘട്ടമാണ് SIR എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇനി ആർക്കും വലിയ ടെൻഷനൊന്നും വേണ്ട. ഇനി വ്യാജ ആധാർ കാർഡ് ഇല്ല എന്ന് മാത്രമല്ല, നമ്മളറിയാതെ ഒന്നും നമ്മളിൽ നിന്ന് കവർന്നെടുക്കില്ല എന്നുള്ളതാണ് ഏകദേശം. എല്ലാം എന്നല്ല, കാരണം കള്ളന്മാരെപ്പോഴും കൂടുതൽ കൂടുതൽ പുതിയ ടെക്നോളജിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികം മാത്രമാണ്. എപ്പോഴും നമ്മളൊരു പ്രൊട്ടക്ഷൻ കെട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നമ്മുടെ വീടിനൊരു നല്ല മതിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ചാടാമെന്നായിരിക്കും ഒരു കള്ളൻ ആദ്യം പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ടെക്നോളജി വന്നാലും അതിനെ മറികടക്കുന്ന സംവിധാനം അവരാലോചിക്കും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ടെക്നോളജിയും അപ്പോൾ അതിനെ കവർ ചെയ്യാനുള്ളത് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവം. ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് കള്ളനോട്ടുണ്ടോ? കള്ളനോട്ടില്ലല്ലോ. കള്ളനോട്ട് എത്ര പെട്ടെന്നാണ് നിഷ്പ്രഭമായത്. കള്ളനോട്ട് അടിക്കുന്ന ഒരു ലാഭകരമായ ബിസിനസ് അല്ല, കള്ളനോട്ട് അടിക്കാൻ പറ്റാത്തതാണ്. കാരണം 3 മാസം 4 മാസം കൂടുമ്പോൾ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നോട്ടുകളിൽ. അത് എവിടെയാണ് അടിക്കുന്നത്, ഏത് ബാങ്കിൽ നിന്നുള്ള നോട്ടാണെന്ന് നിഷ്പ്രയാസം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, ബാങ്ക് റോബറികൾ കുറഞ്ഞില്ലേ? നമ്മുടെ രാജ്യത്ത് മുമ്പ് ബാങ്ക് റോബറി എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു. ATM അടയ്ക്കാൻ കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി ബാങ്ക് കുത്തി തുറന്നു. ഇപ്പൊ ആർക്കും കുത്തി തുറക്കണ്ടേ? കള്ളന്മാരെന്താ ഇല്ലാതാവുക? ഒന്നുമില്ല. ടെക്നോളജി മാറുമ്പോൾ എല്ലാത്തിനും കാര്യങ്ങൾ വരും. ഇതായാലും വമ്പൻ നീക്കം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യം ഇതുവരെ കാണാത്ത ഒരു വമ്പൻ നീക്കം എന്ന് തന്നെയാണ് ഈ ആധാർ കാർഡ് അപ്ഡേഷനിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത്.